ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു ചെറിയ ചിക്കൻ കറി ഉണ്ടാക്കാം. സോ ചിക്കൻ ഇവിടെ വാഷ് ചെയ്ത് ഉപ്പിട്ട് മഞ്ഞളൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റവ് ഓൺ ചെയ്യുന്നു. പാൻ ചൂടാവട്ടെ. പാൻ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. പാൻ ചൂടാകുന്ന എണ്ണ ചൂടായ ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഒരുള്ളിയല്ല 3 ഉള്ളി. ഉള്ളി മീൻസ് സവോള. ഉള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് ഉപ്പ്, ഇളക്കി വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഉള്ളി കുറച്ച് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ഇടും. എന്നിട്ട് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇടാം. എന്നിട്ട് വീണ്ടും ഇളക്കാം. ഇത് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇടാം. ഇതൊക്കെ ഇങ്ങനെ കുറച്ചിടാം. നമുക്കിങ്ങനെ മൈൻഡിൽ നമുക്ക് വരും മതി. അപ്പൊ നമ്മൾ നിർത്താം. എന്നിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അതും ഇങ്ങനെ കുറച്ചിങ്ങനെ ഇടാം. ഇങ്ങനെ അപ്പൊ ഇത്രയും ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ ഇത് കരിയും. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇവിടെ കഴുകി നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സോ അത് ഇതിലേക്ക് ഇടാം. ചിക്കൻ ഇടുമ്പോൾ നമ്മൾ പൊതുവെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാകും. സോ നമ്മൾ ചിക്കൻ എടുക്കും. അയ്യോ, ഓക്കെ. അങ്ങനെ എല്ലാ ചിക്കനും നമ്മൾ ഇതിലേക്ക് ഇട്ടു. നമുക്ക് ചിക്കൻ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതിനെ നമ്മൾ ലോ ഫ്ലെയിമിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതായത് വേവട്ടെ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് അടച്ചു വെച്ചു. ലോ ഫ്ലെയിമിലുള്ളത്. ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇത് നമുക്കൊന്ന് ജസ്റ്റ് തുറന്നു നോക്കാം എന്തായാലും. യെസ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം ഉണ്ട് ഇതില്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് മസാലയൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കൊള്ളാം. കുറച്ച് എരിവുണ്ട്. നമുക്ക് പതിയെ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും കൂടെ അടച്ചു വെക്കാം. ഇപ്പൊ നമ്മള് ചിക്കൻ ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയമായി. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടും കുറച്ച് സമയമായി. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതിപ്പോ എന്താണ് അവസ്ഥ എന്നുള്ളത്. ലുക്ക് അറ്റ് ദിസ് തിക്ക് ഗ്രേവി. ഇത്രയും കാലത്ത് എന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല. ഇത്രയും ഭംഗിയുള്ള ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ബ്യൂട്ടിഫുൾ ചിക്കൻ കറി. അങ്ങനെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കൊള്ളാം, നല്ലതാ. കുറച്ച് എരിവുണ്ടെന്നേ ഉള്ളൂ. ബട്ട് എനിക്ക് ചിക്കൻ കറിയിൽ എരിവൊക്കെ വേണം. പക്ഷെ വേറെ കുറച്ച് പേർക്കൊന്നും ഇവിടെ എരിവ് വേണം. അതുകൊണ്ടാണ്. ബട്ട് ചിക്കൻ ചോറ് കൂട്ടി കഴിക്കുമ്പോഴൊക്കെ അത് ബാലൻസ് ആയിക്കോളും. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ചിക്കൻ കറി, നല്ല ചിക്കൻ കറിയാണ്. Proud. Yeah.
അങ്ങനെ നമ്മൾ ചിക്കൻ കറിയൊക്കെ ആയി കഴിക്കാം. ടേസ്റ്റ് ചെയ്യാം. ഇതുപോലെ വേറെ കറികളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പഠിച്ചിട്ട് ഞാൻ വീഡിയോ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്.